ഹലോ എൻ്റെ സ്വത്ത് കുട്ടികളെ, ഞാൻ പാർട്ട് 1 വീഡിയോയിൽ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെ എത്തുന്ന ആ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നമ്മുടെ ശംഖുമുഖം ബീച്ച് വരെയുള്ള ആ ഒരു ആറാട്ടിൻ്റെ സീൻസാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ ഇവിടെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് പിന്നെ ശംഖുമുഖത്ത് പോയി അവിടുത്തെ നീരാട്ടും തിരിച്ചു വരുന്നതൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എയർപോർട്ടിലെ വ്യൂസൊക്കെ കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടോ എയർപോർട്ടിൽ പോകുന്നത്, അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ പോയത്. അതുമാത്രമല്ല, നമുക്ക് ഈ ആറാട്ടിൻ്റെ കൂടെ മാത്രമേ റൺവേയിൽ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ എയ്റോപ്ലെയിനിൽ കയറാനായിട്ട് നമ്മൾ പോയാലും റൺവേയിൽ നമുക്ക് പോവേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ റൺവേയിൽ കയറാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ റൺവേയിൽ കൂടെ നടന്നു പോയി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്കും എന്താ പറയുക, കുറച്ചൊക്കെ കാണുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ റൺവേയിൽ കൂടെ നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നടന്നിട്ടും തീരുന്നില്ല, അത്രയ്ക്ക് നടക്കാനുണ്ട്. കുറേ ദൂരം നടക്കേണ്ടി വന്നു. പിന്നെ റൺവേയിൽ നിന്നും ആകാശത്ത് നോക്കുന്ന ആ ഒരു വ്യൂ അടിപൊളിയാട്ടോ. എന്താ പറയുക, അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂസ് ആയിരുന്നു. പ്രത്യേകിച്ച് സന്ധ്യാസമയമായിട്ടായിരിക്കും നല്ല ഓറഞ്ച് സ്കൈ ആയിരുന്നു കണ്ടത്. നമുക്ക് ഈ ചില സമയത്ത്, എപ്പോഴൊന്നുമല്ല, ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന ചിലപ്പോഴൊക്കെ ഈ ഓറഞ്ച് പോലെ സ്കൈ കിടക്കുമല്ലോ സന്ധ്യാസമയത്ത്. എപ്പോഴും അല്ല, വല്ലപ്പോഴും. പക്ഷേ ഈ എയർപോർട്ടിൽ ഞാൻ നോക്കുമ്പോൾ സിനിമയിലൊക്കെ കാണുന്ന മാതിരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കൈ, എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനായിരുന്നു അത്. നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് വളരെ മനോഹരമാണ്. റൺവേ കൂടെ നടക്കാനായാലും ആകാശം നോക്കാനായാലും റൺവേക്ക് ചുറ്റുമായാലും അടിപൊളിയാട്ടോ. അപ്പം ഞാൻ എയർപോർട്ടിൽ ആദ്യമായിട്ട് പോയതുകൊണ്ടായിരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അടുത്ത പ്രാവശ്യവും ആറാട്ടിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത വർഷവും പോകണം. ഇനിയിപ്പോൾ ഒക്ടോബർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഉത്സവം വരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2 ഉത്സവമാണുള്ളത്. അപ്പോൾ ആ ഉത്സവത്തിന് ദൈവം അനുഗ്രഹിച്ചാൽ എനിക്ക് ഈ വർഷം തന്നെ ആറാട്ടിന് വീണ്ടും പങ്കെടുക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് ഇവിടെ ആറാട്ടിന് വന്നിട്ടുള്ളവരും അതുപോലെ തന്നെ വരാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ്സൊക്കെ ഒരുപാട് കുറവാണ്, വ്യൂസ് തന്നെ കുറവാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 7-8 വ്യൂസ് വന്നാലും ലൈക്സും തരത്തില്ല, അതുപോലെ കമൻറ്റ്സും തരത്തില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് വീഡിയോസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഉള്ളത് വീട്ടിൽ എല്ലാവരും ഉണ്ട്, അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടോളൂ. ഇതൊക്കെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിന്നും പോയ ആറാട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ട്രിവാൻഡ്രം എയർപോർട്ടിലെ കാഴ്ചകളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.